ഹലോ ബോയ്സ്, സ്വാമി ശരണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ഈ വർഷത്തെ ആദ്യത്തെ ഭജന പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്കൊരു മലബാർ ഏരിയയിലുള്ള ഭജനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണിക്കുക. കാരണം പുറത്തേക്കൊക്കെ ചിന്തുപാട്ട് അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഇത് നല്ല രസമാട്ടോ. കണ്ടിരിക്കാനും സുഖമാണ്, കേട്ടിരിക്കാനും സുഖമാണ്. അയ്യപ്പനെ ഭജിക്കുന്നവർക്കാണെങ്കിൽ അതിനും സുഖമാണ്. എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഭജന. കാരണം പൂളക്കറിയില്ലേ, പപ്പടവും. ഞങ്ങളിങ്ങോട്ട് പൂളക്കറി, കപ്പക്കറിയും പപ്പടവും അതാണ് മസ്റ്റ്. പിന്നെ പറയുന്നൊരു കാപ്പിയും ചുക്ക് കാപ്പിയും. നല്ല തിരക്കാണ് കേട്ടോ. സ്വാമിമാർ അതാ പോന്ന വെളിച്ചത്തെ എന്നോടായിരുന്നു. അപ്പോൾ കാണിച്ചു തരാം. നല്ല രസമാണ്, നല്ല പാട്ട്, വെറൈറ്റി പാട്ടുകൾ കേൾക്കാം. പിന്നെന്താ ഇനി നല്ല തിരക്കാട്ടോ, നല്ല തിരക്കാണ്. കഴിഞ്ഞ വർഷം ഇത്ര തിരക്കില്ല. അവിടെ തുടങ്ങി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. വണ്ടി വന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. ശ്രീരാഗ് ഇന്ന് വേലായി അടിക്കണോ? നമ്മളെ നാട്ടിലുള്ള പിള്ളേർ ഇതൊക്കെ നന്ദിയോ, ഇതൊക്കെ നമ്മളെ നാട്ടുകാരാട്ടാ. രാജീവൻ സ്വാമികൾ, ഉണ്ണി മലട്ടിക്ക് അല്ല വമ്പി. നമ്മളെ ടീംസ് ഞങ്ങൾ ഇരിക്കാൻ നല്ല നടുവേദന ഉണ്ട്. നല്ല നടുവേദന. ചത്ത് പണിയെടുത്ത് വലിയ കല്ലെടുത്ത് തലയിൽ കയറിയിട്ടും നല്ലോണം നടുവേദന ഉണ്ട്. അപ്പം ഭജന സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 10 മണി 10:30 ആവും പാട്ട് ചൊല്ലാൻ. അപ്പോൾ അത്രയും ടൈം നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവും. ഫുഡ് കഴിക്കാതെയൊക്കെ ആയിരിക്കും ചിലപ്പം പോവുക. ജസ്റ്റ് ഒന്ന് കാണുക, പോവുക, അത്രയുണ്ട്. ഇപ്രാവശ്യം നല്ല ക്രൗഡുണ്ട്, നല്ല സ്വാമിമാരുണ്ട്, ഒരുപാട് സ്വാമിമാരുണ്ട് കാണാത്ത. കാരണം ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ മാലിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ റോഡുകളിലൊക്കെ ഇഷ്ടംമാതിരി സ്വാമിമാരുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു 4-5 പാട്ട് കഴിയുമ്പോൾ സ്വാമിമാരെ തിരക്കൊക്കെ അങ്ങ് മാറും. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ സംഭവം. ഓക്കെ, ബാക്കി ഭജനയിൽ. അപ്പോൾ നമ്മൾ ഭജനയിലെടുത്തേക്ക് പോകട്ടെ. ഭയങ്കര ക്രൗഡാണ്, നല്ല പാട്ടുമാണ്. നമ്മളെ ഫ്രണ്ടാണ് പാടുന്നത്. ബാക്കി പോകുന്നു. തുടക്കം തന്നെ ദർശനം. തുടക്കം തന്നെ ദർശനം. പാട്ടും തീർക്കട്ടെ. ഇതാരാ പാടുന്നു? വലിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക.
ഇപ്പോൾ ആളെ കയറിക്കൊണ്ടിരിക്കട്ടെ ഞാൻ. ആ ചെറിയ തന്നെ ഇവിടെ സിസ്റ്റമേ മാറാൻ പോവാണ്. അമ്മയുടെ പാട്ടാണ്. ഒരുപാട് ആൾക്കാർ തുള്ളു. നോക്കി 10 കൂടുതൽ ആൾക്കാർ തുള്ളു കേട്ടോ. കാരണം ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. ആർക്കായാലും കണ്ടോളും. ബാക്കിയൊക്കെ നിങ്ങളെ ഇതുപോലെ. ആരാ പറഞ്ഞു?
ചെഞ്ചൂട്ടൻ പറഞ്ഞോണം 10ഓളം സ്വാമികൾ തുള്ളി കേട്ടാ. അടുത്തത് അമ്മയുടെ പാട്ടാ. പോണ്ടല്ലേ പോണ്ടല്ലേ
ഇനി ഒരുപാട് സമയമാർ പിന്നെ വന്നുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. സമയം